അത് കാണുകയും കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ശരിയേത് തെറ്റേത് എന്ന ബോധത്തോടു കൂടി ജീവിച്ച് നാളെ പാരത്രിക ലോകത്ത് വിജയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, പരിശുദ്ധമായ വിശുദ്ധ ഖുർആൻ അത് മാനവർക്ക് മാർഗദീപമാണ്. അത് അവതരിച്ച് കിട്ടിയത് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. ആ പ്രവാചകന്റെ വിയോഗം നടന്നത് ഈ റബീഉൽ അവ്വലിലാണ്. നമ്മളൊക്കെയും പരിശുദ്ധമായ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരുമാണ്. പക്ഷേ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്കറിയാം, പരിശുദ്ധമായ വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കുന്ന നമ്മൾ, ലോകാത്ഭുത ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിനെ നെഞ്ചകത്തേറ്റുന്ന നമ്മൾ, വാശിയുടെയും വൈരാഗ്യത്തിന്റെയും പേരിൽ തമ്മിൽ കർക്കശമായി വിശുദ്ധ ഖുർആനിനെ വളച്ചൊടിക്കാൻ വരെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റബീഉൽ അവ്വലിലെ അള്ളാഹുവിന്റെ പ്രവാചകൻ മരിക്കുന്ന ആ നിമിഷത്തെ കുറിച്ച് നമ്മൾ ഓർക്കാതെ പോകരുത്. ഇതംഗീകരിക്കുന്ന അല്ലെങ്കിൽ പ്രവാചക സ്നേഹമെന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെയും അവരുടെ പള്ളികളിൽ വെള്ളിയാഴ്ച ദിവസം, റബീഉൽ അവ്വലിലെ വെള്ളിയാഴ്ച ദിവസം അറബിയിൽ മിമ്പറിൽ കയറിക്കൊണ്ട് നടത്തുന്ന ഖുത്ബയുണ്ട്, നവാത്ത് ഖുത്ബ. അതിൽ പ്രതിപാദിക്കുന്നത് എന്താ? അറബിയിലാണ് പറയുന്നത്. പാമരനായ ജനങ്ങൾക്കത് മനസ്സിലാകില്ല. എന്താണ് പറയുന്നത്? പ്രവാചകന്റെ അന്ത്യനിമിഷങ്ങളെ കുറിച്ചാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ചാണ്. ഇത് കേട്ട് ഒന്നും അറിയാത്തവരെ പോലെ ഇരിക്കുന്ന മനുഷ്യർ, അതിന് നല്ല രീതിയിൽ പഠിപ്പിക്കുവാൻ തയ്യാറാകാത്ത പണ്ഡിതന്മാർ ഇന്നിന്റെ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊക്കെയും അറിയണം നമ്മുടെ പ്രവാചകന്റെ അന്ത്യനിമിഷങ്ങളെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം എന്ന് പറയുന്നത് ചില ശത്രുക്കൾ പറയുന്നത് പോലെ അപ്രതീക്ഷിതമായ ഒരു മരണമല്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിച്ചത് ജനനം പോലെ തന്നെ മരണവും അനവധി സന്ദർഭങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. 13-14 ദിവസം രോഗത്തോടു കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയത്. മരണത്തോട് അടുക്കുന്ന എത്രയോ മുമ്പ് തന്നെ ചില അടയാളങ്ങളിലൂടെയും ലക്ഷണങ്ങളിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജത്തുൽ വിദാഇന്റെ വേളയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പട്ടിണി പാവങ്ങളായ സ്വഹാബത്തിനെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് അവരുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു വർത്തമാനമുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്, ഇസ്ലാമിന്റെ മതമായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുകയാണ് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മതം പൂർത്തീകരിച്ചു. ഇത് കേട്ട ദീർഘവീക്ഷണമുള്ള ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്ന ഒരു സംസാരം അവന് സുപരിചിതമാണ്. എന്താണത്? വമാ ബഅദൽ കമാൽ ഇല്ലൻ നുഹ്സാൻ. പൂർണ്ണതയ്ക്ക് ശേഷം അപൂർണതയാണ്, പൂർത്തിയായതിന് ശേഷം അപൂർണതയാണ് ഉണ്ടാവുകയെന്ന ആ വർത്തമാനം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചു. ഇനിയോ അടുത്ത രംഗമെന്താ? ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ എല്ലാ റമദാനിലും ഒരു തവണയായിരുന്നു വന്നിരുന്നത്. പക്ഷേ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള റമദാനിൽ 2 തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ഇനിയോ അല്ലാഹുവിന്റെ പ്രവാചകൻ
എല്ലാ റമദാനിലും 10 ദിവസമായിരുന്നു ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നത്. മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പരിശുദ്ധമായ റമദാനിൽ 20 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരുന്നു. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഖാമു ഇബ്രാഹിമിന്റെ അടുത്തെത്തിയപ്പോൾ നെറ്റിത്തെരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, ഖുദൂ മിന്നി മനാസികക്കും, ഖുദൂ മിന്നി മനാസികക്കും, ഖുദൂ മിന്നി മനാസികക്കും. ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കണം കേട്ടോ, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. വലഅല്ലി അൽഖാകും ബഅദ ആമി ഹാദാ, ഈ ഉള്ളവൻ അടുത്ത തവണ നിങ്ങളോടൊത്തുണ്ടാകുമെന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഖുദൂ മിന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിക്കണം കേട്ടോ. ഹജ്ജ് കഴിഞ്ഞ് പ്രവാചകനും സ്വഹാബത്തും മദീനയിലേക്ക് മടങ്ങി. ഇത് ഒരു സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരു കഥയായിട്ട് കേട്ടു പോകാൻ വേണ്ടിയല്ല നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇത് വെക്കുന്നത്. വളരെ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം റസൂലുള്ളാഹിയെ പിൻപറ്റുന്നവരാണ് നമ്മളെങ്കിൽ ഈ പ്രവാചകന്റെ അവസാന ദിനങ്ങളിലൂടെ നമ്മളൊക്കെയും കടന്നു പോയേ പറ്റൂ, അത് മനസ്സിലാക്കിയേ പറ്റൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങി, അസ്വസ്ഥതകൾ അനുഭവിക്കാൻ തുടങ്ങി. പ്രവാചകന് ജന്നത്തുൽ ബഖീയിൽ എത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹി അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, അവിടെ നിന്ന് പോരാൻ മടി കാണിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വഹാബത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. ഉഹദിന്റെ രണാങ്കണത്തിൽ രക്തസാക്ഷികളായ സ്വഹാബത്തിന് മറമാടിയ സ്ഥലത്ത് പോയി നിന്നിട്ട് പ്രവാചകൻ നിറകണ്ണുകളോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇനിയോ ഒരു സ്വഹാബി മരിച്ചു. ജന്നത്തുൽ ബഖീയിൽ കബറടക്കി. ആ കബറടക്കിയതിന് ശേഷം പ്രവാചകൻ അവിടെ ഇരുന്നു കൊണ്ട് ഒരു ഈത്തപ്പന തണ്ടെടുത്തുകൊണ്ട് കുത്തുകയാണ്, ആഞ്ഞാഞ്ഞ് കുത്തുകയാണ്. ആ തണ്ട് തകർന്നു പോകുമാറ്, പിളർന്നു പോകുമാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പനയുടെ തണ്ടെടുത്തുകൊണ്ട് കുത്തുകയാ. എന്നിട്ട് റസൂലുള്ളാഹി സ്വഹാബത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത്തഖൂ ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, അദാബൽ ഖബർ, ഖബർ ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. റസൂലുള്ളാഹിന്റെ വാക്കാ, ഖബർ ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ സ്വഹാബത്തെ, നിങ്ങൾ സൂക്ഷിക്കണം. ഇങ്ങിട്ടോ വീട്ടിലേക്ക് മടങ്ങുമ്പോ, അതും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈയും കൂട്ടിപ്പിടിക്കുകയാ, രണ്ട് കൈയും കൂട്ടിപ്പിടിക്കുകയാ. അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ്, വല്ലാത്തൊരു അസ്വസ്ഥത. എന്ത് പറ്റി എന്ന് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്. സ്വഹാബത്ത് നെറ്റിയിൽ കൈവച്ച് നോക്കുമ്പോ ചുട്ടുപൊള്ളുകയാണ്, വല്ലാത്തൊരു ചൂടനുഭവപ്പെടുകയാ. കൈ പൊല്ലിപ്പോകുമാറ് നെറ്റിഭാഗത്ത് ചൂടനുഭവപ്പെട്ടു. തന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു തോട്ടുമുണ്ട് തലയിലങ്ങ് വരിഞ്ഞു കെട്ടി. അത്രക്ക് വേദനയുണ്ടായിരുന്നു. അസ്വസ്ഥതയോടുകൂടി വീട്ടിലേക്ക് പോയി. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിശ്ചയിച്ച ഭാര്യയുടെ വീട് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീടായിരുന്നു. പിന്നാലെ വരുന്ന സ്വഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, നിങ്ങളിൽ രണ്ടാൾ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് സ്വഹാബത്തെ, നിങ്ങളിൽ രണ്ടാൾ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് സ്വഹാബത്തെ, സഹിക്കാനാകുന്നില്ല സ്വഹാബത്തെ. ഹഫ്സ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചിട്ട് സ്വഹാബത്ത് മാറി നിന്നു. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ചു എന്നറിഞ്ഞപ്പോ നാനാഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിയെത്താൻ തുടങ്ങി. റസൂലുള്ളാഹിക്ക് വയ്യ എന്നറിഞ്ഞപ്പോ, അസ്വസ്ഥമാണ് എന്നറിഞ്ഞപ്പോ നാനാഭാഗത്തുമുള്ള സഹാബത്ത് ഒഴുകിയെത്താൻ തുടങ്ങി. വീടിന്റെ മുന്നിൽ തമ്പടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹ് നമസ്കരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നാളെ എവിടെയാ? നീതിയുടെ നിറകുടമായ പ്രവാചകൻ, ആ ചോദ്യത്തിന് അർത്ഥമുണ്ട്. ഞാൻ നാളെ ഏത് ഭാര്യയുടെ വീട്ടിലാണെന്നാ ചോദിച്ചത്. നീതിയോടുകൂടി കാര്യങ്ങൾ നിർവഹിച്ചിരുന്ന പ്രവാചകൻ ചോദിക്കുകയാ, ഞാൻ നാളെ ഏത് ഭാര്യയുടെ വീട്ടിലാണ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണെന്ന് അറിയിപ്പ് കൊടുത്തു. ഇനിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് 5 ദിവസം മുമ്പ്, അതായത് ഒരു വ്യാഴാഴ്ച ദിവസം, എങ്ങനെയൊക്കെയോ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തിനെത്തി. ദുഹറായി സ്വഹാബാക്കൾ ഇരച്ചു കയറി പള്ളിയിലേക്ക്. റസൂലുള്ള പള്ളിയിൽ വന്നിട്ടുണ്ട് വയ്യാഞ്ഞിട്ട്. റസൂലുള്ളയുടെ നോക്ക് കാണാൻ, റസൂലുള്ളയുടെ പിന്നിൽ ഒന്നുകൊണ്ട് നമസ്കരിക്കാൻ സ്വഹാബത്ത് ഇരച്ചു കയറുകയാണ്. 2 റക്അത്ത് പ്രവാചകൻ നമസ്കരിച്ചു. ആ നമസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ മിമ്പറിലേക്ക് കയറാൻ ശ്രമിച്ചു. പക്ഷേ കയറാൻ പറ്റുന്നില്ല. പ്രവാചകന് കയറാൻ പറ്റുന്നില്ല. പലിയിലിരുന്നു. റസൂലിന്റെ മുഖത്തേക്ക് സ്വഹാബത്ത് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഉപദേശമാണ് റസൂലുള്ള വീണ്ടും കൊടുക്കുന്നത്. എന്താണ് ഉപദേശം? ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, യഹൂദികളെയും ക്രൈസ്തവരെയും അല്ലാഹു ശപിച്ചിരിക്കുക. എന്താ കാരണം? അവരുടെ ഖബറുകൾ അവൻ ആരാധനാ സ്ഥലങ്ങളാക്കി, പള്ളികളാക്കി. അതുകൊണ്ട് ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. എന്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന സ്ഥലമാക്കല്ലേ. എന്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന സ്ഥലമാക്കല്ലേ. എന്നിട്ട് റസൂലുള്ള പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. എന്റെ ഖബറിനെ റബ്ബേ നീ ആഘോഷ സ്ഥലമാക്കല്ല റബ്ബേ. എന്റെ ഖബറിനെ ആഘോഷ സ്ഥലമാക്കല്ല റബ്ബേ എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. മിമ്പറിൽ ഇറങ്ങി ദുഹർ നമസ്കാരം നമസ്കരിച്ചു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറി. മുൻഭാഗത്ത് സ്വഹാബത്ത് നിൽക്കുന്നുണ്ട്. അൻസാറുകളെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. മുഹാജിറുകളെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. ആരാണ് അൻസാറുകൾ? ഈ നാട്ടിൽ നിന്ന് നാടും വീടും വിട്ടു ചെന്നപ്പോ ഒരു മുറിയുന്നുള്ളത് 2000 പകത്ത് നിങ്ങൾക്ക് നൽകിയില്ലേ? ജോലിയെന്നുള്ളത് നിങ്ങൾക്ക് 2000 പകത്ത് നൽകിയില്ലേ? ഉപജീവനം എന്നുള്ളത് എല്ലാം 2000 നിങ്ങൾക്ക് പകത്ത് നൽകിയില്ലേ? ആ അൻസാറുകൾ നിങ്ങൾ മറക്കല്ല കേട്ടോ മുഹാജിറുകളെ. ഇനി അൻസാറുകളോട് ഉപദേശിക്കുകയാ, മുഹാജിറുകളായി നിങ്ങൾ അടുത്തേക്ക് വന്ന നാടും വീടും വിട്ടു വന്നവരാണവർ. ഭാര്യ ഉപേക്ഷിച്ച് വന്നവരാണവർ. ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്നവരാണവർ. കുടുംബം ഉപേക്ഷിച്ച് വന്നവരാണവർ. എല്ലാം ഉപേക്ഷിച്ച് റബ്ബിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചവരാണവർ. അതുകൊണ്ട് അവരെ നിങ്ങൾ മാറ്റി നിർത്തല്ല അൻസാറുകളെ എന്ന് അൻസാറുകളെയും മുഹാജിറുകളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി കൊടുക്കുകയാ, ഉപദേശിക്കുകയാ. എന്നിട്ട് റസൂലുള്ള എന്ത് ചെയ്തു? തലഭാഗം കുനിച്ചു, പിരടി കാണുമാറ് കുനിച്ചു നിന്നു. അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സ്വഹാബത്തിന്റെ മുന്നിലേക്ക് തന്റെ പിരടി ഭാഗം ഒന്ന് കുനിച്ചു കൊടുക്കുകയാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് റസൂലുള്ള പറയുകയാ, അയ്യുഹൽ സ്വഹാബ അയ്യുഹൻ നാസ് മൻ ഖദ ജദബതു ലഹു ദുഹറ. ഇതാ എന്റെ പിരടി. ഞാൻ ആർക്കെങ്കിലും ഉപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇതാ എന്നെ നിങ്ങൾക്ക് ഉപദ്രവിക്കാം. ഞാൻ ആർക്കെങ്കിലും ശരീരം വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇതാ എന്നെ നിങ്ങൾ ഉപദ്രവിച്ചോളോ. ഞാനിതാ നിൽക്കുകയാണ്. എന്നെ ഇതാ പുറം കാണിച്ചു തരികയാണ് ഞാൻ. എന്നെ നിങ്ങൾ ഉപദ്രവിച്ചോ. നിങ്ങളുടെ അഭിമാനത്തിന് ഞാൻ ചതവേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങളെ ഞാൻ അപമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഇതാ മുഹമ്മദ് നിന്ന് വരികയാ. നിങ്ങൾ എന്നെ അപമാനിച്ചോളോ. റസൂലുള്ളാഹിന്റെ വാക്കായത്. സ്വഹാബത്ത് കരയുകയായിരുന്നത് കേട്ടിട്ട് സ്വഹാബത്ത് വല്ലാതെ വിങ്ങിപ്പൊട്ടി കരയുകയാ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നതെന്താ? ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ, സഹോദരൻ മരിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ, കുടുംബക്കാര് മരിച്ചു കഴിഞ്ഞാൽ, വേണ്ടപ്പെട്ട ഒരാള് അല്ലെങ്കിൽ പള്ളിയുടെ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ട് ആ ഉസ്താദിന്റെ കയ്യിലേക്ക് ഒരു മൈക്കും കൊടുത്തിട്ട് പറയുന്നൊരു വർത്തമാനമില്ലേ? എന്തേ പറയുന്നത്? എന്റെ ഉപ്പ ജീവിതകാലത്ത് നിങ്ങളോട് ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിൽ സംസാരത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ കൊടുത്തു കൊടുക്കണമെന്ന് മകൻ ചോദിക്കുകയാ. ഇവിടെ റസൂലുള്ളാഹിന്റെ മാതൃക എന്താ? നിങ്ങൾ അഭിമാനത്തിന് നിങ്ങളെ ഞാൻ അപമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഇതാ മുഹമ്മദ് ഇതാ നിൽക്കുകയാണ്. മുഹമ്മദ് നിങ്ങൾ അപമാനിച്ചോളൂ. ഇതാണ് റസൂലുള്ള
റസൂലുള്ളാഹിയുടെ മാതൃക. ഈ മാതൃക പിൻപറ്റുന്നുണ്ടോ നമ്മള്? ഈ മാതൃകയാണ് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി പുഞ്ചിരിക്കാൻ തുടങ്ങി. അള്ളാഹു എന്നിട്ട് സംസാരിക്കുകയാണ് പ്രവാചകൻ. അള്ളാഹു തന്റെ അടിമക്ക് ദുനിയാവിലെ സുഖമോ സ്വർഗത്തിലെ സുഖമോ ഒന്നിച്ചു കൊടുത്തു. എന്നിട്ട് ഏതെങ്കിലും ഒന്നെടുക്കാൻ ആ അടിമയോട് പറഞ്ഞു. ആ അടിമ എന്താ ചെയ്തത്? സ്വർഗം തെരഞ്ഞെടുത്തു. ഒരു അടിമക്ക് അള്ളാഹു ദുനിയാവിലെ സുഖവും കൊടുത്തു, പരലോകത്തെ സുഖം കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ അടിമ എന്ത് ചെയ്തു? സ്വർഗം തിരഞ്ഞെടുത്തു. ഇത് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചാടി എണീറ്റ് പറയാ, റസൂലേ, നിറ കണ്ണുകളോടുകൂടിയാ പറയുന്നത്. അബൂബക്കറിന് മനസ്സിലായത് എന്താ റസൂലുള്ളാഹി പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്റെ ഉപ്പയിനെ താങ്കൾക്ക് പകരമായി നൽകാം, എന്റെ ഉമ്മയിനെ താങ്കൾക്ക് പകരമായി നൽകാം റസൂലേ. പകരം എന്റെ ഉപ്പയെ നൽകാൻ റസൂലെ ഞാൻ, എന്റെ ഉമ്മയെ നൽകാൻ റസൂലെ ഞാൻ. താങ്കൾ എനിക്ക് വേണം, ഞങ്ങൾക്ക് വേണം റസൂലെ. അബൂബക്കറിന് മാത്രം കാര്യം മനസ്സിലായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. അങ്ങനെ മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് വെള്ളിയാഴ്ച, അതായത് തിങ്കളാഴ്ച, റസൂലുള്ളാഹി മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച. ആലോചിക്കുക, നമ്മളും ഒരു വെള്ളിയാഴ്ചയിലാണ്. ഇതുപോലൊരു വെള്ളിയാഴ്ച, അവസാന വെള്ളിയാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തു, ഖുത്ബ ആരംഭിച്ചു. എന്നിട്ട് റസൂലുള്ള അഭിമാനത്തെ കുറിച്ച് പ്രസംഗിച്ചു, രക്തത്തെ കുറിച്ച് പ്രസംഗിച്ചു, സമ്പത്തിനെ കുറിച്ച് പ്രസംഗിച്ചു, ഏകദൈവ ആരാധനയുടെ മഹത്വത്തെ കുറിച്ച് പ്രതിപാദിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ മടങ്ങി അവസാനം വൈകുന്നേരം എത്തിയപ്പോ മഗ്രിബോടടുത്തു. സ്വഹാബത്തിന്റെ കൂടെ പള്ളിയിലേക്ക് വന്നു. മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. എന്നിട്ടോ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുർസലാത്ത്, അല്പം ദീർഘമായ, അല്പം വലിയൊരു സൂറത്ത്. നമ്മളൊക്കെ ചോദിക്കുക, എന്തിനാ മഗ്രിബിന് ഇത്ര വലിയ സൂറത്ത് തോന്നുന്നത്? റസൂലുള്ളാഹി വയ്യാതിരിക്കുന്ന സന്ദർഭത്തില് ഇമാമത്ത് നിന്നിട്ട് റസൂലുള്ളാഹി ഓതുന്നൊരു സൂറത്തായത് സൂറത്തുൽ മുർസലാത്ത്. പ്രവാചകന്മാർക്കുള്ള പദവികൾ, മഹത്വങ്ങളൊക്കെ വിശദീകരിക്കുന്ന ആ സൂറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ദീർഘമായി ഓതാൻ തുടങ്ങി. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങി. ഇശാ സമയം വാക്ക് കൊടുത്തു. സ്വഹാബത്ത് തിങ്ങി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് രോഗവിവരം അന്വേഷിച്ചു. മയക്കത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞെട്ടി ഉണർന്നു. വലത്തെ കൈ ഊന്നി എഴുന്നേൽക്കാൻ ശ്രമിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബോധം കെട്ട് വീണു. ബോധം തെളിഞ്ഞു. റസൂലുള്ളാഹി ചോദിക്കുകയാണ്. സ്വഹാബത്ത് മുന്നിൽ വന്നു നിന്നിട്ട് വെള്ളം തെളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് വെള്ളം തെളിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അസ്വല്ലന്നാസ്, എന്റെ ജനങ്ങൾ നിസ്കരിച്ചോ? ബോധം തെളിഞ്ഞയുടെ റസൂലുള്ളാഹി ചോദിക്കുകയാ, എന്റെ സ്വഹാബത്ത്, എന്റെ ജനങ്ങൾ നമസ്കരിച്ചോ? എത്ര പ്രാധാന്യമുണ്ട്! ഇന്ന് സുബഹ് നമസ്കരിക്കാതെ കിടന്നിറങ്ങിയ ഓരോ മനുഷ്യനും ഒന്ന് ആലോചിക്കുക. ബോധക്കേടിൽ നിന്ന് ഉണർന്നു വന്നപ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നൊരു ചോദ്യമാ, എന്റെ സ്വഹാബത്ത് നമസ്കരിച്ചോ എന്ന്. ചിന്തിക്കണ്ടേ നമുക്ക്, ആലോചിക്കണ്ടേ നമുക്ക്? അള്ളാഹുവിന്റെ റസൂലേ, അവർ നമസ്കരിച്ചിട്ടില്ല, അങ്ങ് വരുമെന്ന് വിചാരിച്ച് അങ്ങേയും കാത്തു നിൽക്കുകയാ അവര്. റസൂല് വീണ്ടും കൈകുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ബോധം കെട്ടു വീണു. വെള്ളം തെളിച്ചു. ബോധം കെട്ടു വീണ ബോധം തെളിഞ്ഞപ്പോ വീണ്ടും റസൂലുള്ളാഹി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അസല്ലന്നാസ്, എന്റെ സ്വഹാബത്ത് നമസ്കരിച്ചോ? എന്റെ ജനങ്ങൾ നമസ്കരിച്ചോ? വഹും യംതളിറൂനക, റസൂലേ, താങ്കളെ നോക്കി അവരിയ്ക്കുകയാ, താങ്കളെയും കാത്തവരിയ്ക്കുകയാ. വീണ്ടും വലത്തെ കൈ നിലത്തൂന്നി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ബോധം കെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം തെളിച്ചു. ബോധം തെളിഞ്ഞപ്പോൾ വീണ്ടും ചോദിക്കുകയാ, അസ്വല്ലന്നാസ്, എന്റെ ജനങ്ങൾ നമസ്കരിച്ചോ? വഹും യംതളിറൂനക, റസൂലേ, താങ്കളെയും നോക്കി അവൾ നിൽക്കുകയാ. മുർദു അബൂബക്കർ, അബൂബക്കറിനോട് നമസ്കരിക്കാൻ പറ, ഇമാം നിൽക്കാൻ പറ. അള്ളാന്റെ റസൂല്
ബോധം തെളിഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുക, മുർറു അബൂബക്കർ, അബൂബക്കറിനോട് കൽപ്പിക്ക്, ഇമാമത്ത് ജനങ്ങൾക്ക് നമസ്കരിക്കാൻ പറ. എന്നെ കൊണ്ട് സാധിക്കുന്നില്ല ആയിഷ, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. എന്റെ വാപ്പ അബൂബക്കർ ഇമാമത്ത് നമസ്കരിച്ചാൽ എന്റെ വാപ്പ കരയും റസൂലേ, അതുകൊണ്ട് എന്റെ വാപ്പാണ് നിർത്തണ്ട. ആരാ പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുക, നമസ്കാരത്തിലായാലും അല്ലാത്ത സമയത്തായാലും വിശുദ്ധ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും അബൂബക്കറിന്റെ കണ്ണിൽ നിന്ന് വരാതെ അബൂബക്കർ അവസാനിപ്പിക്കാറില്ലായിരുന്നു. നരകത്തെ കുറിച്ചോർത്തിട്ട്, പരലോകത്തെ കുറിച്ചോർത്തിട്ട്, ഈ ജനതയെ കുറിച്ചോർത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് കരയും. അതുകൊണ്ട് റസൂലേ, എന്റെ വാപ്പാണ് ഇമാമത്ത് നിർത്തണ്ട. റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, മുർറു അബൂബക്കർ, ശക്തിയായി പറഞ്ഞു, അബൂബക്കറിനോട് പറയ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിൽക്കുകയാണ്. അവസാനത്തെ ശനിയാഴ്ച നേരം വെളുത്തപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പള്ളിയിലേക്ക് എത്താൻ പറഞ്ഞു. എല്ലാ സ്വഹാബത്തും പള്ളിയിലേക്ക് എത്തണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. കൊണ്ടുവരാൻ വേണ്ടി കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെന്നു. രണ്ടുപേരുടെയും തോളിലേക്ക് കൈയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണ്. റസൂലുള്ളാഹിക്ക് നടക്കാൻ വയ്യ. റബീഉൽ അവ്വലിലെ അവസാനത്തെ ശനിയാഴ്ച, റബീഉൽ അവ്വൽ 12-ന് മുമ്പുള്ള ശനിയാഴ്ച നടന്ന സംഭവമാണിത്. ആലോചിച്ചിട്ടുണ്ടോ നമ്മളിത്? ചിന്തിച്ചിട്ടുണ്ടോ നമ്മളിത്? കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിലേക്ക് കൈയിട്ട് റസൂലുള്ളാഹിയുടെ കാല് ആ മദീനയിലെ മണലാരണ്യത്തിലൂടെ ഒഴുകുകയാ, വലിക്കുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടും നടക്കാൻ വയ്യ. ആർക്ക്? നമ്മുടെ പ്രവാചകന്. കാലുകൾ മണ്ണിലൂടെ നീങ്ങി ചാലുകൾ അവിടെ കാണാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയെ കണ്ടപാടെ മാറാൻ ശ്രമിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറയും, എന്നെ അബൂബക്കറിന്റെ തൊട്ടടുത്തിരുത്ത്, അബൂബക്കറിന്റെ ഇടത്ത് ഭാഗത്തിനിരുത്ത്. നേർത്ത ശബ്ദത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിച്ചു. തിരിച്ചു വീട്ടിലേക്ക് പോയി. മദീനത്തെ പള്ളി നോക്കി വിതുമ്പുകയാ റസൂലുള്ളാഹി. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിലൂടെ കൈയിട്ട് ഇങ്ങനെ പോകുമ്പോ പിന്നിലേക്ക് ഇങ്ങനെ നോക്കി മസ്ജിദ് നബവിയിലേക്ക് നോക്കിയിട്ട് റസൂലുള്ളാഹി വിതുമ്പുകയാ, കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ കരയുകയാ. ഇത് കണ്ട സ്വഹാബത്ത് മദീനത്തെ പള്ളിയിൽ മുഖം പൊത്തി കരഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. മസ്ജിദ് നബവിയോട് വിട പറഞ്ഞ വീട്ടിൽ മരിക്കുന്നതിന്റെ തലേ ദിവസം, അതായത് ഞായറാഴ്ച, ഞെട്ടിയുണർന്ന് വിരിപ്പ് മാറ്റി സുബഹ് നമസ്കാരം കാണാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുകയാണ്. മറ്റുള്ള സ്വഹാബത്തിന്റെ മുഖം കാണുമാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. ആ ജനത എങ്ങനെയുള്ളവരായിരുന്നു? RW എന്ന് വിശേഷിപ്പിച്ചൊരു ജനതയെ, കുന്തും ഖൈറ ഉമ്മ ഉഖരിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ്, പെണ്ണില്ലാതെ ജീവിതമില്ല എന്ന് പറഞ്ഞ, വൈരില്ലാതെ ജീവിതമില്ല എന്ന് പറഞ്ഞ, അതുപോലെ തന്നെ വാറില്ലാതെ യുദ്ധമില്ലാതെ ജീവിതമില്ല എന്ന് പറഞ്ഞ ആ സമുദായത്തെ കുന്തും ഖൈറ ഉമ്മ എന്ന് വിശേഷിപ്പിച്ച പ്രവാചകൻ അതാ എന്റെ സമൂഹം അതാ നമസ്കരിക്കുകയാണ്, അതാ എന്റെ സമൂഹം നമസ്കരിക്കുകയാണ്. പിന്നിലേക്ക് മാറാൻ ശ്രമിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു വീണ്ടും സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടോടടുത്തു. ബാധ്യതകൾ നിറവേറ്റാൻ തുടങ്ങുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കയ്യിലുണ്ടായിരുന്ന 7 ദീനാർ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചു. 7 ദീനാർ ഉണ്ടായിരുന്ന പ്രവാചകന്റെ കൈവശം, അത് പ്രവാചകൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചു. ഒരു അടിമയെ മോചിപ്പിച്ചു. വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല. തന്റെ പടച്ചട്ട അയൽപ്പക്കത്തെ ജൂതന്റെ കയ്യിൽ പണയപ്പെടുത്തിയിട്ട് മരിക്കുന്നതിന്റെ തലേ ദിവസം കത്തിക്കാനുള്ള എണ്ണ വാങ്ങിച്ച പ്രവാചകനെയാണ് ഞാനും നിങ്ങളും നെഞ്ചകത്തേക്കേണ്ടത്. എങ്ങനെയാ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്ന് പ്രവാചകന്റെ വിയോഗം പഠിക്കുമ്പോ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മരിക്കുന്ന അന്ന്, അതായത് തിങ്കളാഴ്ച ദിവസം
രോഗം കഠിനമാകാൻ തുടങ്ങി. 7 തോൽപാത്രത്തിലെ വെള്ളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒഴിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുകയാണ്, കിടന്ന കിടപ്പിൽ കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്ന കിടപ്പിൽ കിടക്കുക, യാത്ര ചോദിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ലോകത്ത് നിന്ന് നമ്മുടെ പ്രവാചകൻ വിട പറയാൻ ഒരുങ്ങുകയാണ്. സഹോദരങ്ങളെ, ആ സ്വഹാബത്തിന്റെ മുഖത്തുണ്ടായ വേദന, ആ സ്വഹാബത്തിന്റെ കണ്ണിൽ നിന്ന് ഒലിച്ച കണ്ണുനീർ, അത് റബീഉൽ അവ്വൽ, ഈ റബീഉൽ അവ്വലിലാണ് എന്ന് ഞാനും നിങ്ങളും മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രവാചകന്റെ വിയോഗത്തെ കുറിച്ച് പഠിക്കാതെയും അറിയാതെയും മനസ്സിലാക്കാതെയുമാണ് നമ്മുടെയൊക്കെ ജീവിതമെങ്കിൽ നഷ്ടം സംഭവിച്ചവരുടെ ഗണത്തിൽ ഉൾപ്പെടേണ്ടി വരും. അതുകൊണ്ട് ആ പ്രവാചകനെ അറിഞ്ഞ് മനസ്സിലാക്കി ജീവിതം പഠിച്ച് നാളേക്ക് വേണ്ടിയുള്ള പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നേറാൻ സഹോദരങ്ങളെ തയ്യാറാവുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പശ്ചാത്തപിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഉസല്ലിം അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വാബോധമുള്ളവരായി ജീവിക്കണമേ എന്ന് അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നത്. രോഗം കഠിനമാകാൻ തുടങ്ങി. 7 തോൽപാത്രം വെള്ളം ശരീരത്തിൽ ഒഴിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി അനുവാദം ചോദിക്കുകയാണ്. കരളിന്റെ കഷ്ണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരളിന്റെ കഷ്ണമെന്ന് വിശേഷിപ്പിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി. ആ ഫാത്തിമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തോട് ചേർത്ത് വെച്ചിട്ട് 2 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്നാമത്തെ കാര്യം പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു. രണ്ടാമത്തെ കാര്യം പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി ഉണ്ടായി. വർഷങ്ങൾക്ക് ശേഷം സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകൻ അവസാന നിമിഷം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് 2 കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ 2 അവസ്ഥകൾ ഞങ്ങൾ കാണുകയുണ്ടായി. എന്താണ് തങ്ങളോട് അവർ റസൂലുള്ളാഹി പറഞ്ഞത്? അത് ഒന്നാമതായി പറഞ്ഞത്, എന്റെ ഉപ്പാക്ക് ഈ വേദനയ്ക്ക് ശേഷം മോളെ മറ്റൊരു വേദന ഇല്ല, എന്റെ ഉപ്പാക്ക് വേദന ഉണ്ട്, അത് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞു പോയത്. രണ്ടാമതായി ആ സന്തോഷിക്കാനുള്ള കാരണം എന്താ? ഇനി എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്റെ അടുത്തേക്ക് അഥവാ മരിക്കുന്നത് നീ ആയിരിക്കും മോളെ എന്ന് പറഞ്ഞപ്പോ ആ സന്തോഷമാണ് എനിക്കുണ്ടായത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് സ്വഹാബത്തിന് ചുറ്റുപാടും ഇങ്ങനെ നോക്കുകയാണ്, പുഞ്ചിരിക്കുന്നുണ്ട് റസൂലുള്ളാഹി. പേരക്കുട്ടികളോട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരെ ചുംബിച്ചു. റസൂലുള്ളാഹിക്ക് വിഷമമുണ്ട്, പക്ഷേ കൂടെ ഉണ്ടാകുന്ന സ്വഹാബത്തിന് വിഷമം ഉണ്ടാകരുത് എന്നോട് റസൂലുള്ളാഹി പുഞ്ചിരിക്കുകയാണ്. ആ പേരക്കുട്ടികളെ റസൂലുള്ളാഹി എന്ത് ചെയ്തു? ഫഖതഖബ്ബലഹുമാ, അവരെ ഇങ്ങനെ ആടി പിടിച്ചിട്ട് ഇങ്ങനെ ചുംബിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരും അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുകയാണ്. തുണിക്കഷ്ണം മുഖത്തിട്ടു, വീണ്ടും അത് മാറ്റിക്കളഞ്ഞു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വർത്തമാനമുണ്ട്. എന്താണത്? ആയിഷ, അന്ന് ഖൈബർ യുദ്ധവേളയിൽ ജൂതപ്പെണ്ണിനെ സ്വീകരിച്ചില്ലേ, എന്നെ സൽക്കരിക്കാൻ വിളിച്ചില്ലേ, ആ മാംസത്തിൽ വിഷം പുലർത്തി തന്നില്ലേ, ആ വേദന ആയിഷ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹിയുടെ ചുണ്ട് ഇങ്ങനെ അനങ്ങാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹിയുടെ ചുണ്ട് ഇങ്ങനെ അനങ്ങാൻ തുടങ്ങി. അസ്സല്ലന്നാസ് സ്വല്ല സ്വല്ലി സ്വല്ലി സ്വലാത്ത്,
നമസ്കാരം 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 എന്ന വാചകം ഇങ്ങനെ റസൂലുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉപേക്ഷിക്കരുതേ, നമസ്കാരം ഉപേക്ഷിക്കരുതേ, നമസ്കാരം ഉപേക്ഷിക്കരുതേ എന്നിങ്ങനെ പറയുകയാണ് റസൂലുള്ളാഹി. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. റസൂലുള്ള അവസാന ഘട്ടത്തിൽ പറഞ്ഞ വർത്തമാനമാണ് നമസ്കാരം ഉപേക്ഷിക്കരുതേ എന്ന്. നമ്മളെയൊക്കെ ജീവിതം എടുത്തൊന്ന് പരിശോധിച്ചിട്ട് തീരുമാനിക്കുക. നമ്മുടെ പ്രവാചകൻ പറഞ്ഞ ഈ അവസാനത്തെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ. അങ്ങനെ വളർത്തുപുത്രൻ അറാഖിന്റെ കൊള്ളിയും കൊണ്ട് ഇങ്ങനെ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ റസൂലുള്ള ഇങ്ങനെ മുഖത്തേക്ക് നോക്കി. ആയിഷ റളിയല്ലാഹു അൻഹക്ക് മനസ്സിലായി അറാഖിന്റെ കൊള്ളി വെച്ചൊന്ന് പല്ല് തേക്കണമെന്ന് റസൂലുള്ളാഹിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? അത് വളരെയധികം കഠിനമായിരുന്നു അതിന്റെ ആ പല്ലുകൾ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ, ആ ആയിഷ റളിയല്ലാഹു അൻഹ പല്ല് കൊണ്ട് ചവച്ച് അത് വളരെയധികം ലോലമാക്കിയിട്ട് റസൂലുള്ളാഹിന് പല്ല് തേപ്പിച്ചു കൊടുക്കുക. അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ്. സ്വഹാബത്ത് കരയാൻ തുടങ്ങി. സ്വഹാബത്തിന് താങ്ങാൻ സാധിക്കുന്നില്ല. വീണ്ടും ബോധം വന്നപ്പോ റസൂലുള്ളാഹി വീണ്ടും പറയുന്ന വർത്തമാനമുണ്ട്. യഹൂദി വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു ശപിച്ചിരിക്കുന്ന ജൂതന്മാരെ, ക്രൈസ്തവരെ. കാരണം അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകൾ അവരെന്താക്കി? ആരാധനാ സ്ഥലമാക്കി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ സമയത്തിലേക്ക് കടക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നൽ മൗതി സഖറാത്ത്, ഇന്നൽ മൗതി സഖറാത്ത്, ഇന്നൽ മൗതി സഖറാത്ത്. മരണത്തിന്റെ വേദനയുണ്ട് ആയിഷ, മരണത്തിന്റെ വേദനയുണ്ട് ആയിഷ. അല്ലാഹുമ്മ ഇന്നി അലാ സഖറാത്തിൽ മൗത്ത്. എനിക്ക് മരണത്തിന് അല്പം ലഘൂകരിച്ചു തരണേ, ആ വേദന അല്പം ലഘൂകരിച്ചു തരണേ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാണ്. വെള്ളം തെളിച്ചു. ബോധം കെട്ടുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളം തെളിച്ചപ്പോ ബോധം തെളിഞ്ഞു. ക്ഷീണിച്ച് വലത് കൈ മുകളിലേക്ക് ഉയർത്തുകയാണ്. ആരാണ് ഉയർത്തുന്നത്? ലോകത്തിന്റെ നായകൻ, കാരുണ്യത്തിന്റെ നിറകുടം. അവസാനത്തെ ഉയർത്തലാണത്. അവസാനം ഉയർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി. റസൂലുള്ളാഹിന്റെ കൈ അങ്ങ് താഴേക്ക് വീണു. പിന്നെ അതനങ്ങിയിട്ടില്ല. ഒരു റബീഉൽ അവ്വൽ 12 ളുഹറിനോടടുത്ത സമയം, 63 വയസ്സായിരുന്നു. 4 ദിവസവും ളുഹറിനോടടുത്ത സമയവുമായിരുന്നു റസൂലുള്ളാഹിയുടെ പ്രായം. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ പ്രവാചകൻ. റസൂലുള്ളാഹി മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ വെട്ടും, അവന്റെ കഴുത്ത് ഞാൻ വെട്ടും, അവന്റെ കാല് ഞാൻ വെട്ടും എന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് തന്നെ പുറത്ത് നിൽക്കുകയാണ്. റസൂലുള്ളാഹിന്റെ അവസ്ഥ അറിഞ്ഞ അബൂബക്കർ ഓടിക്കതച്ച് വരികയാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് കണ്ണ് തിരുമ്മി അങ്ങ് അടച്ചു. എന്നിട്ട് ദേഷ്യം കൊണ്ട് നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഉമറേ എല്ലാവരും മരിക്കും ഉമറേ, മുഹമ്മദ് താ മരിച്ചിരിക്കുക, ലോകത്തിന്റെ റിട്ടാവ്. ഇതെല്ലാം ഉമറിനറിയാം. പക്ഷേ ഉമർക്ക് റസൂലുള്ളാഹിയോടുള്ള സ്നേഹമാണ് കാരണം. റസൂലുള്ളാഹി മരിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ അവർക്ക് പറ്റുമായിരുന്നില്ല. അതാണ് കാരണം. ഉമറിനെ ആശ്വസിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആരെങ്കിലും ആരാധിച്ചുവെങ്കിൽ ഇതാ മുഹമ്മദ് മരിച്ചിരിക്കുക. ലോകത്തിൽ റിട്ടാവിനെയാണ് ആരാധിച്ചിരുന്നെങ്കിൽ ഇതാ ലോകത്തിൽ റിട്ടാവ് ജീവിച്ചിരിക്കുന്നുണ്ട്. എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട് എന്ന വർത്തമാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയാ. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ പ്രവാചകൻ. ഏത് ദിവസം മരിച്ചു? റബീഉൽ അവ്വൽ 12 മരിച്ചു. പക്ഷേ നമ്മൾ ആഘോഷമാക്കുകയാണ്. ഇന്നിന്റെ സമൂഹം ആഘോഷമാക്കുകയാണ്. എങ്ങനെയാ തലേ ദിവസം വീട്ടിൽ കത്തിക്കാനുള്ള എണ്ണ പോലും ജൂതനെടുക്കൽ നിന്ന് പണയപ്പെടുത്തി വാങ്ങിയ പ്രവാചകൻ. ഈ പ്രവാചകനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ഉപ്പയേക്കാളേറെ സ്നേഹിക്കേണ്ടത്. പക്ഷേ ഇന്ന് കാണുന്ന രൂപത്തിലാകരുത് എന്ന് മാത്രം. അതുകൊണ്ട് പഠിക്കണം നമ്മൾ നമ്മുടെ റസൂലുള്ളാഹി, പഠിക്കണം നമ്മൾ ഇസ്ലാമിനെ, പഠിക്കണം നമ്മൾ വിശുദ്ധ ഖുർആനിനെ അറിഞ്ഞ് മനസ്സിലാക്കി കൂടുതൽ മനസ്സിലാക്കുവാനും
കൂടുതൽ അറിയുവാനും നമ്മൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം നന്നാക്കി എന്ന് അവകാശപ്പെടുവാൻ സാധിക്കുകയുള്ളൂ എന്ന ആ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ വിയോഗം അതിനെ നമ്മൾ മറക്കാൻ പാടില്ല. റസൂലുള്ളാഹിയെ നമ്മൾ മറക്കാൻ പാടില്ല. റസൂലുള്ളാഹിയുടെ ജീവിതം 23 വർഷക്കാലം പ്രവാചകനായി കൊണ്ട് ജീവിച്ച ആ കാലം അത്രയും ഏതൊക്കെ കാര്യങ്ങൾ റസൂലുള്ളാഹി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്തുകൊണ്ട്, ചെയ്യരുത് എന്ന് പറഞ്ഞത് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ നന്നാക്കി തീർക്കാൻ സഹോദരങ്ങളെ തയ്യാറാവുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പശ്ചാത്തപിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തിരുമാറാകട്ടെ. നമ്മൾ രോഗം കൊണ്ടും കടം കൊണ്ടും ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കി തിരുമാറാകട്ടെ. നാളെ ഒരു വിഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു വിഭാഗത്ത് നരകത്തിലേക്കും ആനയിക്കുമ്പോ സ്വർഗത്തിന്റെ അവകാശികളായി മാറുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിദഅത്തുകൾ ചെയ്യുന്ന ആളുകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഹിദായത്തിലൂടെ നേർമാർഗത്തിലൂടെ സഞ്ചരിച്ച് മരിക്കുവാനുള്ള സൗഭാഗ്യവും തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين.